നമ്മൾ ഈ ബോട്ട് ജെട്ടിയിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ ബോട്ട് ഈ ജെട്ടിയോട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ കരയോട് ചേർക്കാൻ ആ ബോട്ടിലെ പണിക്കാരൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ബോട്ടിൽ കെട്ടിയിരിക്കുന്ന ഒരു കയറ് ആ കരയിൽ അടിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു കുറ്റിയിലേക്കിട്ട് അതിനെ ചുറ്റി അത് വലിക്കും. അങ്ങനെ വലിക്കുമ്പോഴാണ് ബോട്ട് കരയോട്, ആ ബോട്ട് ജെട്ടിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് ആളുകൾക്ക് ബോട്ടിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കയറുപയോഗിച്ച് വലിക്കുമ്പോൾ എന്തിനാണോ വലിക്കുന്നത് അതിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിക്കുന്നത്. പക്ഷെ ബോട്ട് ജെട്ടിയിൽ നമ്മൾ കാണുന്ന ഈ വലിക്കൽ, അത് നമ്മൾ ആ കുറ്റിയിലിട്ട് വലിക്കുമ്പോൾ ആ കുറ്റിയെ ബോട്ടിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കുറ്റിയോട് കരയോട് ബോട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ഇതുപോലെയാകണം എന്നാണ് സുവിശേഷം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ദൈവമാകുന്ന കുറ്റിയിൽ നമ്മൾ കയറ് ചുറ്റി വലിക്കുന്നത് പോലെയാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കേണ്ടുന്നത് ഈ ദൈവത്തെ വലിച്ച് നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തെ വലിച്ചിടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഓരോ പ്രാർത്ഥനയും അതിങ്ങനെ കയറ് ചുറ്റി വലിക്കുമ്പോൾ അത് ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാകണം. ദൈവത്തിൻ്റെ ഹിതങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാകണം എന്നുള്ളതാണ്. ഈശോ പോലും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണല്ലോ, പിതാവേ നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നുള്ളതാണ്. ആ പ്രാർത്ഥന എന്താണ്? ദൈവത്തിങ്കിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ഈശോയെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചാലും അവസാനം നമ്മൾ പറയുന്നത് എന്താണ്? നിൻ്റെ ഇഷ്ടം പോലെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതായിരിക്കണം പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനകൾക്കനുസരിച്ചിട്ടുള്ള ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ നിരാശപ്പെട്ടു പോകുന്ന മനുഷ്യരാണ് നമ്മളപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, സമയമെടുക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ സമയമെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരുക്കുകയാണ് നമ്മളെ. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ സമ്മാനം ദൈവം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാനായിട്ടുള്ള സമയമാണ്. അത്രയും വലുത് സ്വീകരിക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയങ്ങളെ വലുതാക്കാനായിട്ടുള്ള സമയമാണ് ഈ കാത്തിരിപ്പിൻ്റെ സമയം എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് മാറും. ആ അനുഗ്രഹത്തെ പ്രതി ദൈവത്തോട് നന്ദി പറയാൻ, ആ കിട്ടിയ അനുഗ്രഹത്തെ വാല്യൂ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കില്ല. നേരെ മറിച്ച് അത് ആഗ്രഹിച്ച് കാത്തിരുന്ന് നമുക്ക് ലഭിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ വാല്യൂ ചെയ്യാനായിട്ട്, ദൈവം നൽകിയ ആ വലിയ അനുഗ്രഹത്തെ ഏറെ മൂല്യത്തോടെ കാണാനായിട്ട്, അതാ സന്തോഷം മറ്റുള്ളവരുമായിട്ട് ഏറെ താല്പര്യത്തോടെ പങ്കുവയ്ക്കാനായിട്ടൊക്കെ ഉള്ള ഒരു മനസ്സ് ഒരുക്കുന്നതാണ് ഈ കാത്തിരിപ്പ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതുമല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഉത്തരം വരുന്നത് എങ്കിൽ കൂടി അതിനെയും സ്വീകരിക്കാനായിട്ടുള്ള മനസ്സിൻ്റെ പാകതയ്ക്ക്, ശാന്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെപ്പോഴും ഓർക്കണം, ദൈവത്തെ വലിച്ച് എൻ്റെ ഇഷ്ടങ്ങളിലേക്കും എൻ്റെ താല്പര്യങ്ങളിലേക്കും എൻ്റെ ആഗ്രഹങ്ങളിലേക്കും ഇടുന്നതല്ല പ്രാർത്ഥന. നമ്മൾ ദൈവമാകുന്ന കുറ്റിയിൽ നമ്മുടെ ഈ പ്രാർത്ഥനയാകുന്ന അല്ലെങ്കിൽ ഈ കയറാകുന്ന പ്രാർത്ഥന കൊണ്ട് വലിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഈ ബോട്ടെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന മനോഭാവത്തോടെ പ്രാർത്ഥന ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.